അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ സോറിയാസിസ് എന്നുള്ള വേർഡ്സ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? രണ്ടും ഡിഫറെന്റ് ആണോ അല്ലെങ്കിൽ സിമിലർ എന്നുള്ളതാണോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടും ഡിഫറെന്റ് ആണ്. ഇപ്പൊ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അലർജി ഉള്ള ആളുകളിൽ ഉണ്ടാവുന്ന സ്കിന്നിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് യൂഷ്വലി അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. കുട്ടികളിലാണ് കൂടുതലായിട്ട് തുടങ്ങുക, ലൈക് ചൈൽഡ്ഹുഡിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. വളരെ ചെറിയ ഏജിൽ തന്നെ നമുക്ക് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളുടെ സ്കിൻ റാഷസ് പോലെ വരാം, അലർജി പോലെ വരാം. അതിന്റെ കൂടെ തന്നെ ഇത് മാത്രമായിട്ടല്ല യൂഷ്വലി വരിക. യൂഷ്വലി അവർക്ക് അലർജി റൈനൈറ്റിസ് എന്ന് പറയും, നമ്മൾ പറഞ്ഞ പോലെ കോൾഡ് വരുന്ന പോലെ സ്ഥിരമായിട്ട് അങ്ങനെ വരാം. അതേപോലെ തന്നെ ആസ്മ, കുട്ടികളിൽ ആസ്മയുടെ പ്രശ്നങ്ങളുള്ള ആളുകളിലും അസോസിയേറ്റഡ് ആയിട്ട് ഇതേപോലെ സ്കിന്നിൽ വരുന്ന റാഷസും കാര്യങ്ങളും അലർജിയൊക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് യൂഷ്വലി പ്രസന്റ് ചെയ്യുക. അതൊരു ബേസിക് ആയിട്ട് അലർജി പോലെ തന്നെയാണ്. നമുക്കൊരു കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ക്യൂർ ചെയ്യാനല്ല നമ്മൾ നോക്കുന്നത്, കൺട്രോൾ ചെയ്യാനാണ്. അത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻസ് വെച്ചിട്ട് നമ്മളത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുന്നത്. സിവിയറിറ്റിക്ക് അനുസരിച്ച് ചിലപ്പോൾ ഉള്ളിലോട്ട് ഗുളിക കഴിക്കേണ്ടി വരും. ചില ആളുകളിൽ ഗുളിക ഉള്ളിലോട്ട് കഴിക്കാതെ തന്നെ നമുക്ക് ക്രീമുകളും കാര്യങ്ങളും കൊണ്ട് വെച്ച് തന്നെ നമുക്കത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിൽ സ്കിൻ ഡ്രൈ ആവാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഏജ് പ്രോഗ്രസ് ചെയ്യുന്നതോട് കൂടിയിട്ട് കുറച്ചുകൊണ്ട് ഇത് സിംറ്റംസ് ഒക്കെ ബെറ്റർ ആയി വരാനുള്ള ചാൻസസ് ഉണ്ട്. സോറിയാസിസ് വേറൊരു അസുഖമാണ്. സോറിയാസിസ് ബേസിക്കലി ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. ഇതേപോലെ തന്നെ കാണുമ്പോൾ അലർജി പോലെ തന്നെയാണ് വരുന്നത്. കുറച്ചൊരു വൈറ്റ് സ്കെയിൽസ് ഒക്കെ ആയിട്ട് പിന്നെ റെഡ്നെസ് ഒക്കെ ഉള്ള അങ്ങനത്തെ രീതിയിലുള്ള കുറച്ച് റാഷസ് ആയിട്ടാണ് സോറിയാസിസ് വരിക. സോറിയാസിസ് ഈ പറഞ്ഞ പോലെ സ്കാൽപ്പിൽ മാത്രമായിട്ട് വരാം, ഓവറോൾ ബോഡി മൊത്തമായിട്ട് വരുന്ന രീതിയിലുള്ളതുകൊണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ രണ്ടും ഈ പറഞ്ഞ പോലെ ഡ്രൈ സ്കിന്ന് ഒരുപാട് അങ്ങനെയായിട്ട് സ്കിൻ ഡ്രൈ ആവുന്ന സമയങ്ങളിൽ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ വിന്റർ ടൈമിലും തണുപ്പുള്ള സമയത്തൊക്കെ കൂടുതലായിട്ട് ഈ അസുഖങ്ങൾ വരുന്ന പോലെ നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇതൊക്കെ കൺട്രോൾ ചെയ്യാവുന്ന അസുഖങ്ങളാണ്. നമ്മൾ ക്യൂർ ചെയ്യാൻ എന്നുള്ള രീതിയിലല്ല അതിന്റെ ഒരു അപ്രോച്ച്. ബേസിക്കലി നമുക്ക് ഒരിക്കലും ഇതൊരിക്കലും വരില്ല എന്നുള്ള രീതിയിൽ ക്യൂർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അസുഖങ്ങളാണ് രണ്ടും. വേറെ പ്രശ്നങ്ങളോ പകരുന്ന പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും സോറിയാസിസിന് ഒന്നുമില്ല.